നമുക്ക് തീരത്തേക്കൊന്ന് നീങ്ങാം. മാലിന്യമലയായി തീരദേശം. കൊല്ലത്തെ തീരദേശം മാലിന്യ കൂനയാൽ നിറയുകയാണ്. പോർട്ട് മുതൽ മൂതാക്കര വാടി ഹാർബർ പരിസരം വരെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുകയാണ്. കൊതുക് പെരുകി ഡെങ്കിപ്പനി ഉൾപ്പെടെ പടർന്നു പിടിച്ചിട്ടും അധികൃതർക്ക് കണ്ട ഭാവമില്ല. മാലിന്യമലയ്ക്ക് മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് കടലിന്റെ മക്കൾ. മൂക്കുപൊത്താതെ ഇവിടം കടന്നു പോകാൻ സാധിക്കില്ല. മാലിന്യം തേടിയെത്തുന്ന തെരുവ് നായ്ക്കളുടെ കടിയേൽക്കാനും സാധ്യതയുണ്ട്. മാലിന്യങ്ങളിൽ ഈച്ചയും കൊതുകും പെരുകുകയാണ്. അഴുകിയ നിലയിലും പുഴുവരിച്ച നിലയിലുമാണ് ചില സ്ഥലങ്ങളിലെ കാഴ്ച. തീരത്തോട് ചേർന്ന ടൺ കണക്കിന് മാലിന്യമാണ് കൂടിക്കിടക്കുന്നത്. മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമീപം വരെ മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നു. ഇതൊന്നും ഇവിടുത്തുകാരുടെ മാത്രം മാലിന്യമല്ല. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടേക്ക് വലിച്ചെറിയപ്പെട്ടതാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നിലപാടെടുക്കാത്തതിൻ്റെ പേരിലാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടുന്നത്. പ്രധാനമായിട്ട് ഈ വലിയ ഭീമമായ ഡ്രം, നമ്മുടെ ഗൾഫ് കൺട്രികൾ ശ്രദ്ധിച്ച് നോക്കിയേ, അവിടെ എവിടെയെങ്കിലും ഒരു മാലിന്യം റോഡിലായിരുന്നാലും മറ്റ് വീടുകളുള്ള സ്ഥലങ്ങളിലായിരുന്നാലും മാലിന്യം എവിടെ നിന്നെങ്കിലും എടുത്തു തരാൻ പറ്റുമെന്ന് എടുക്കാൻ പറ്റില്ല. അവർ അതിന് പരിഹാരമാണ് വലിയ ഭീമമായ ഡ്രമ്മുകൾ സ്ഥാപിച്ചിട്ട് അതിനുള്ളിൽ ശേഖരിച്ചിട്ട് ആ ഡ്രമ്മ് അതാത് ദിവസങ്ങളിൽ പൊക്കിയെടുത്ത് മാറ്റിയിട്ട് അടുത്ത ഡ്രമ്മ് വെച്ച് സ്ഥാപിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേസ്റ്റുകൾ അവിടെ കുന്നുകൂടുകയില്ല. ഇതാണ് അവർ ചെയ്യേണ്ട പരിഹാരം. അല്ലാതെ ഇവർ നമ്മുടെ സോഡ കുടിക്കുന്ന പോലത്തെ കുപ്പി കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ ചെയ്യുകയില്ല. അവർക്ക് ബോധവൽക്കരണം കൂടെ കൊടുക്കണം. പരാതികൾ പറയാത്ത ഇടമില്ല. പക്ഷേ പരിഹാരമുണ്ടായില്ല. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന വാഗ്ദാനം മാത്രമായിരുന്നു ഉദ്യോഗസ്ഥർ നൽകിയതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വാർഡ് കൗൺസിലർ വരെ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വണ്ടി ചവറുമായിട്ട് ഇവിടെ വന്നായിരുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞ് ഈ ചവറ് ഈ സുനാമി കോളേജിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വഴക്കുകൂടി. അദ്ദേഹം വാർഡ് കൗൺസിലർ കൊണ്ട് ഇവിടെ ഒരു വണ്ടി ചവറിടുമ്പോൾ മറ്റുള്ള വീട്ടിലുള്ള ചവറുകളും ഇവിടെ കൊണ്ടുവിടും. അതേപോലെ രാത്രിയാകുമ്പോൾ നമ്മൾ പുറത്തുള്ള ബൈക്കിലും മറ്റേ കാറിലുമാണ് ഈ ചാക്കിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് ഇവിടെ വിടുന്നത്. എന്തെങ്കിലും നമ്മൾ പരാതിപ്പെട്ടാൽ അവർ പറയും ഞങ്ങൾ പരിഹാരം ഉണ്ടാകാൻ ഇത് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിലൊരു തീരുമാനവും എടുക്കുന്നില്ല. മാലിന്യത്തിൽ ചവിട്ടിപ്പോകേണ്ട അവസ്ഥയിലാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ. ഇത്രയും മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടും അവ പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കാത്തതും മാലിന്യം സ്ഥിരമായി നിക്ഷേപിക്കാൻ ആവശ്യമായ സൗകര്യമൊരുക്കി നൽകാൻ സാധിക്കാതെ പോയതും കഴിഞ്ഞ കാലങ്ങളിലെ നഗരസഭാ ഭരണത്തിന്റെ പരാജയമാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് ഈ മീൻ കൊണ്ടുപോകുമ്പോഴും അവിടെ മഴവെള്ളം പെയ്താൽ അവിടെ പുഴുവായിട്ട് നിറയ്ക്കും. നമ്മൾ ഈ വള്ളത്തിൽ പോകുന്നവർ ചെരുപ്പൊന്നും ഇടാത്തവരാണ്. ചെരുപ്പിടാതെ പോകുമ്പോൾ ഈ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ ഈ പുഴുവിലാണ് നമ്മൾ ചവിട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ കാലിലാണ് അസുഖങ്ങളുണ്ടാകുന്നത്. അതില്ലാതെ ഈ കാറ്റ് മേളത്ത് വീശുമ്പോൾ എനിക്ക് 3 പെൺകുട്ടികളാണ്, പൊടിയ കുഞ്ഞുങ്ങളാണ്. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ആരും നമ്മളെ തിരിഞ്ഞു നോക്കാനും ആരുമില്ല. വാടി ഹാർബറിനോട് ചേർന്ന് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോർപ്പറേഷൻ നീക്കിയിരുന്നു. എന്നാൽ ഇനിയും ടൺ കണക്കിന് മാലിന്യങ്ങൾ ബാക്കിയായി അവശേഷിക്കുന്നു. ആരോഗ്യ വിഭാഗം അധികൃതരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. മാലിന്യമല ഉയർന്നതോടെ പോർട്ട് മുതൽ വാടി വരെയുള്ള സ്ഥലം തെരുവ് നായ്ക്കളുടെ താവളവുമായി. മാലിന്യം കൺമുമ്പിൽ കുമിഞ്ഞുകൂടുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ ഈ മനുഷ്യർക്ക് കഴിയുന്നുള്ളൂ. പ്രതിഷേധത്തിന്റെ സ്വരം പലതവണ ഉയർത്തിയിട്ടും അധികാരികൾ നിയമത്തിന്റെ കരുത്തുപയോഗിച്ച് അടിച്ചമർത്തിയെന്നും ഇവർ പറയുന്നു. മാലിന്യം വലിച്ചെറിയുന്ന നഗരവാസികളോടും കണ്ണു തുറക്കാത്ത അധികാരികളോടും ഇവിടുത്തെ മനുഷ്യർക്ക് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ മണ്ണ് ഞങ്ങളുടേതു കൂടിയാണ്. ഈ മണ്ണിന്റെ അവകാശികളാണ് ഞങ്ങളുമെന്ന ഓർമ്മപ്പെടുത്തൽ. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അരവിന്ദ് കൃഷ്ണയ്ക്കൊപ്പം അരുൺ രാജ്, ബിഗ് ടി വി.